ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ ട്രെൻഡാണ് ആമ്പിള്ളേരുടെ അടുത്ത് പറയാം നമ്മൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ പ്രവാസത്തിലോട്ട് പോകണമെന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കല്യാണമൊന്നും നടക്കില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോയി ജീവിക്കണമെന്ന്. ഈ പാവങ്ങൾ അത് കേട്ട് വിശ്വസിച്ചിട്ട് പ്രവാസത്തിൽ ഭാരവും പേറിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് ഒരുമിച്ച് ജീവിതം സ്വപ്നം കണ്ടിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ പെമ്പിള്ളേർക്കുള്ളൊരു ഡയലോഗ് ഉണ്ട്, ഇത് മുന്നോട്ട് പോകൂല, അത് പറ്റൂല, ഇത് ശരിയാവില്ല, ഒരുപാട് എക്സ്ക്യൂസുകൾ പറയാം, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഇവരെ യൂസ് ചെയ്തിട്ട് അവർ ഒഴിവാക്കുന്ന ഒരു സിസ്റ്റം. ഇങ്ങനെയുള്ള പെമ്പിള്ളേരോട് എനിക്ക് പറയാം, നിങ്ങൾക്ക് എന്ത് സമാധാനം എന്ത് സുഖമാണ് ഇതിന് കിട്ടുന്നത്? നിങ്ങളൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പറയുന്ന ആമ്പിള്ളേരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേരെ പോലെ അറം പറ്റുന്ന പ്രവർത്തികൾ ചെയ്യാൻ കഴിയും ആമ്പിള്ളേർക്ക് പോലും നല്ല രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പറയാനുള്ളത് പൊന്നാമ്പിള്ളേരെ, നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ പ്രിയപ്പെട്ടവരായിക്കോട്ടെ, എന്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇച്ചിരിയൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഒരുപാട് വേദനകളും ഒറ്റപ്പെടലുകളും ആയിരിക്കും. കാരണം നിങ്ങൾ പോയ പാടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലും അവർക്ക് വേണ്ട ആൾക്കാരൊക്കെ അവർ സെലക്ട് ചെയ്തിട്ട് അവർ കൂടെ ആയിരിക്കും. നിങ്ങൾ വേസ്റ്റ് ആക്കുന്നത് നിങ്ങളുടെ ലൈഫാണ്. ഞാനിതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് വന്ന മെസ്സേജുകളിൽ എനിക്ക് തോന്നുന്ന ഒരു 10ഓളം മെസ്സേജുകൾ സെയിം കാര്യങ്ങളാണ്. ഈ ഒരു പ്രവാസത്തിലോട്ട് പറഞ്ഞു വിട്ടിട്ട് അവര് വേറെ ആൾക്കാരെ കൂടെ പോയിട്ട് ജീവിതത്തിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണെന്ന്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാതെ അവരെ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും നിങ്ങളെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക. എല്ലാ 100% മറ്റൊരാളിൽ സമർപ്പിക്കരുത്. ലൈഫ് നമ്മളതാണെന്നുള്ള ബോധം നമ്മൾക്ക് എപ്പോഴും വേണം.